ജീവിതവുമായിട്ടുള്ള ബന്ധമുണ്ടാവുക. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്കതിനെ എന്താ പറയുക, അതിന് പ്രസക്തി, അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഭാഗവതത്തിൽ ഓരോ കഥയും നമുക്കിങ്ങനെ ഇരുന്ന് ചിന്തനം ചെയ്യുമ്പോൾ ഇതിനെ പറയാം തത്വവിചാരം. ഭാഗവത്തിൽ ചതുശ്ലോകി ഭാഗവത്തിൽ പറയുന്നത് ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനാന്ന്. അപ്പം നമ്മളുണ്ടല്ലോ ഈ ഭാരതീയ സംസ്കാരത്തിനെ പറ്റിയൊരു ഇതെന്താ വെച്ചാൽ, ഒരു വീഴ്ച എന്താണെന്ന് വെച്ചാൽ കഥകൾക്കുള്ള താത്വികമായ വിചാരം നമ്മൾ നഷ്ടപ്പെടുത്തി. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നൊരു കഥ ജരാസന്ധൻ്റെ വധവുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. അപ്പോൾ പൊതുവേ നമ്മൾ ഈ ജരാസന്ധൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഒരു രാജാവ്, കൃഷ്ണനെ എതിർത്തൊരു രാജാവ്. ഈ ജരാസന്ധൻ കഥ പറയുമ്പോൾ ഇങ്ങനെയാണ്. കംസൻ്റെ 2 പത്നിമാരായിരുന്നു അസ്ഥിയും പ്രാപ്തിയും. ഇവരുടെ അച്ഛനാണ് ഈ പറയുന്ന ജരാസന്ധൻ. അപ്പോൾ തീർച്ചയായിട്ടും ജരാസന്ധന് കൃഷ്ണനോടൊരു വിദ്വേഷം ഉണ്ടാവും. കാരണം കൃഷ്ണനാണ് കംസനെ വധിച്ചത് എന്നുള്ളത്. അങ്ങനെ രാജസൂയ യാഗം, പാണ്ഡവന്മാരുടെ രാജസൂയ യാഗം നടക്കുമ്പോഴാണ് അതിനു വേണ്ടിയിട്ട് ഭഗവാൻ അർജുനനോടും ഭീമസേനോടും തയ്യാറായിട്ട് ദിഗ്വിജയം, ഓരോ രാജാക്കന്മാരെയും തോൽപ്പിക്കേണ്ട ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ഈ ജരാസന്ധൻ തോൽക്കപ്പെടില്ല. അപ്പോൾ ജരാസന്ധനുമായി യുദ്ധത്തിന് പോവുകയാണ് ഭഗവാൻ. അപ്പോൾ അവിടെ ചെന്ന് ഭഗവാൻ, കഥകളൊന്നും ഞാൻ നീട്ടി വലിക്കുന്നില്ല, കഥകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുള്ള രീതിയിൽ അവിടെ ചെന്നപ്പോൾ ബ്രാഹ്മണ വേഷത്തിൽ ചെന്നു എന്നും ഭഗവാൻ എന്നോട് ജരാസന്ധൻ ചോദിക്കുകയാണ്, എന്താ വേണ്ടത്, ദാനം വേണ്ടത്, ബ്രാഹ്മണരല്ലേ? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷണവും ഇതൊന്നുമല്ല വേണ്ടത്, യുദ്ധം ദേഹിനോ രാജേന്ദ്ര എന്ന്. അപ്പോൾ യുദ്ധമോ, ബ്രാഹ്മണർക്കോ, നിങ്ങളെന്ത് ബ്രാഹ്മണരാണ്? അപ്പോഴാണ് പറയുന്നത്, ഞങ്ങൾ ബ്രാഹ്മണരൊന്നുമല്ല, ഇത് ഭീമസേനൻ, ഇത് അർജുനൻ, ഞാൻ കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണനും ജരാസന്ധനും തമ്മിലൊക്കെ മുമ്പ് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ജരാസന്ധനെ 16 വട്ടം കൃഷ്ണൻ തോൽപ്പിച്ചു, 1 വട്ടം കൃഷ്ണൻ ഭീരുവിനെ പോലെ ഓടി എന്നൊക്കെയുള്ള കഥകളുണ്ട്. ഏതായാലും ജരാസന്ധനുമായി ഭീമസേനൻ ഏറ്റുമുട്ടുന്ന രംഗം. പല വിധത്തിലും യുദ്ധം ചെയ്തിട്ടും അവസാനം തോൽപ്പിക്കാൻ പറ്റാതെ കൃഷ്ണൻ പറഞ്ഞ പ്രകാരം ജരാസന്ധൻ്റെ 2 കാലുകൾ വലിച്ചു കീറി 2ആയി പൊളിച്ചു എന്നാണ് കഥ പറയുന്നത്. ഈ ജരാസന്ധൻ്റെ അച്ഛൻ കുട്ടികളില്ലാതെ വന്നപ്പോൾ ഒരിക്കൽ യാഗം നടത്തിയെന്നും ആ യാഗ പായസം, അന്നൊക്കെ അങ്ങനെയാണല്ലോ, യാഗത്തിൽ നിന്ന് പായസം വന്നു ഭാര്യയ്ക്ക് കൊടുത്തു. പണ്ടത്തെ പായസം കഴിച്ചാൽ ഗർഭം വരും. ഇന്നിപ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോൾ പൂപ്പൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലേ ഉള്ളൂ ഇന്ന്. അപ്പോൾ അന്നത്തെ പായസത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പായസം കൊടുത്തു. ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ത് ചെയ്തു, 2 ഭക്തിമാരുടെ വീതം വെച്ചു എന്നാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ 2 ഭാഗങ്ങൾ 2 പേര് പ്രസവിച്ചു എന്നും ആ മാംസഭാഗങ്ങളെ കാട്ടിൽ കൊണ്ട് വലിച്ചെറിഞ്ഞപ്പോൾ ജര എന്ന് പറയുന്ന ഒരു തീ അത് 2ഉം ചേർത്തു എന്നും രാജാവിന് കുട്ടിയെ കൊടുത്തു എന്നും അങ്ങനെ ജരയാൽ സന്ധി ചെയ്ത കുട്ടിയായതുകൊണ്ടാണ് അത്രേ ഈ കുട്ടിക്ക് പിൽക്കാലത്ത് ജരാസന്ധൻ എന്നുള്ള പേര് വന്നതെന്നും അതുകൊണ്ട് ഏത് ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ടോ അതിനെ വേർപ്പെടുത്തണം എന്നൊക്കെ ഒരു കഥ പറഞ്ഞ് ഇങ്ങനെയാണ് ഈ ജരാസന്ധനെ വധിക്കുന്നത്. ഇവിടെ ഈ ജരാസന്ധൻ എന്ന് പറയുന്നത് ആരെയാണ്? ഈ പേര് തന്നെ നോക്കൂ, വാക്കുകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ജര എന്ന് പറയുന്നത് ജരാമരണമുള്ള, ഈ ജര ഏതിനാണ് വരുന്നത് പറയൂ? ശരീരത്തിന്. അതുമായി സന്ധി ചെയ്തതാരാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ശരീരം എന്ന് പറയുന്നത് പ്രപഞ്ചശക്തിയാണ്, കോസ്മിക് എനർജിയാണ്. അതിനോട് സന്ധി ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുന്നത് മനസ്സാണ്, കോൺഷ്യസ് പവറാണ്. അപ്പം ഇതിനെ വേർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? കാലുകൾ പിടിച്ച് കീറുക എന്നാണോ അർത്ഥം? ഈ മനസ്സും ശരീരവും 2ആണെന്ന ഒരു ബോധം ഉറപ്പിക്കുക. എന്തിനാണ് ഇത് ഉറപ്പിക്കുന്നത്? എങ്കിലേ നമ്മുടെ മനസ്സിനെ നമുക്ക് അതിനും അപ്പുറത്തുള്ള അനന്തബോധത്തിലേക്ക് നയിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞു, ഏതൊരു വസ്തുവും നിലനിൽക്കുമ്പോൾ അത് നിലനിൽക്കുന്നത് ഒരു അനന്ത ശക്തിയിലാണ്. ശ്രദ്ധിക്കൂ നിങ്ങൾ, സയൻസാണ് ഈ പറയുന്നത്. അപ്പോൾ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ ഇതൊക്കെ നിലനിൽക്കുന്നത് സയൻസിൻ്റെ തിയറി പ്രകാരം അനന്ത ഊർജത്തിലാണ്. ഇതിനെയൊക്കെ അവർ വിളിക്കുന്നത് മാസ് എന്നാണ്. മാസ് എന്ന് പറഞ്ഞാൽ അതിന്ന് പ്രകടമായ സൂര്യൻ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ശ്രദ്ധിക്കൂ നിങ്ങൾ, ഒരു മൺകുടം ഉണ്ടാക്കിയ കഴിഞ്ഞാൽ ഈ മൺകുടം നിലനിൽക്കുന്നത് അനന്തമായ മണ്ണിലാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂ? മനസ്സിലായോ? ഏത് രൂപത്തിൻ്റെ പിന്നിലും അനന്തമായൊരു പറയൂ ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ പിന്നിലും അനന്തമായൊരു ശക്തിയുണ്ട്.
അതിലേക്ക് നമ്മൾ തിരിച്ചുവിടണമെങ്കിൽ നമ്മൾ ഈ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്നൊരു ബോധം എവിടെ ഉണ്ടാവണം? മനസ്സിലുണ്ടാവണം. അങ്ങനെ മനസ്സിനെ അതിലേക്ക് തിരിച്ചു വിടുമ്പോഴേ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നൊരു കഥയാണ് ജരാസന്ധ വധം എന്ന് പറയുന്നത്. ഇപ്പം ജരാസന്ധ വധം എന്ന് പറഞ്ഞാൽ ഒരു ജരാസന്ധൻ എന്ന് പറഞ്ഞ ഒരാളെ വധിക്കലല്ല, വാർദ്ധക്യം ഉള്ള ശരീരവുമായി സന്ധി ചെയ്ത മനസ്സിനെ വധിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം വേർപ്പെടുത്തുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ വേർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വേറെയാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ശരീരം പ്രപഞ്ചത്തിൻ്റെതാണ്, മനസ്സ് ഈശ്വരൻ്റേതാണ്. ഇത് രണ്ടും രണ്ടുമാണ്. അങ്ങനെ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും ആരിൽ സ്ഥിതി ചെയ്യുന്നു? നിങ്ങൾക്ക് ഭഗവാൻ വേറെയാവില്ല. നിങ്ങൾ ഈ ശരീരത്തിൻ്റെ ഭാഗമായി ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഭഗവാൻ വേറെയാവുന്നത്. നിങ്ങളെ വേർതിരിച്ച് കാണുന്നൊരു ബുദ്ധി ഉണ്ടെങ്കിൽ, ജ്ഞാനചക്ഷുഷ കൊണ്ട് നിങ്ങളെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇപ്പം നിങ്ങൾ നോക്കൂ, നിങ്ങൾ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രൂപം ഇതുപോലെയാവുമോ? ഉണ്ടോ? കല്യാണത്തിന് പെണ്ണ് കാണാൻ വരുന്ന ഒരാൾക്ക് എക്സ്റേ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ജന്മം പിന്നെ അയാൾ കല്യാണം കഴിക്കില്ലേ? നിങ്ങളുടെ എക്സ്റേ ഫോട്ടോ എടുത്ത് കൊടുക്കൂ നിങ്ങൾ കല്യാണം കഴിക്കാൻ വരുന്ന ആൾക്ക്. എങ്ങനെ ഉണ്ടായിരിക്കും? ഈ ജന്മം കല്യാണം കഴിക്കില്ലേ. കാരണം എല്ലും എന്താ പറയുക, ആകെ ഒരു സ്കെൽറ്റൻ കാണുമ്പോൾ പേടി വരും. ഉണ്ടോ ഇല്ലയോ? അപ്പോൾ അതുപോലെ ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ അവർ കംപ്ലീറ്റ് മറക്കില്ലേ, പർദ്ദ ഇടില്ലേ. ഒരു പയ്യൻ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് അച്ഛനോട് അങ്ങോട്ട് ഗൾഫിൽ നിന്ന് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പർദ്ദ ഇട്ടിട്ട് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു. പെണ്ണിനെ മനസ്സിലാവും ആരാകത്തുള്ളത് എന്നുള്ളത്. ഇതേപോലെ നമ്മുടെ മനസ്സും ശരീരവും ഒന്നാണെന്ന് നിങ്ങൾ കരുതുമ്പം ഈശ്വരൻ വേറെയാവും. ഇവിടെ നിങ്ങൾ രണ്ടാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഈശ്വരൻ്റെ ഭാഗമാവും. ഇത് പറഞ്ഞു തരുന്നത് ഹനുമാൻ സ്വാമിയാണ്. വാൽമീകി രാമായണത്തിൽ ഈ തോട്ട്സ് വരുന്നുണ്ട്. അവിടെ പറയും, ദേഹബുദ്ധ്യാത്തു ദാസോഹം അംശബുദ്ധ്യാത്തു ജീവബുദ്ധ്യാത്തു അംശോഹം ആത്മബുദ്ധ്യാത്തു ത്വമേവ അഹം എന്നൊരു ശ്ലോകമുണ്ട്. അവിടെ പറയുന്നത് ഞാൻ എൻ്റെ ദേഹത്തിലൂടെ നോക്കുമ്പോൾ, എൻ്റെ മാംസക്കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അങ്ങും ഞാനും വേറെയാണ്. അപ്പം ഞാൻ ഒരു ഗുരുവിൻ്റെ രൂപത്തിൽ അങ്ങേ കാണാം. മനസ്സിലായില്ലേ? മാംസക്കണ്ണുകൊണ്ട് കാണുമ്പോൾ അങ്ങ് എനിക്കൊരു ഗുരുവാണ്. ഞാൻ ഒരു വിഷമ അവസ്ഥയിൽ നോക്കുമ്പോൾ, വിഷമം വരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഞാൻ അവിടുത്തെ ഒരു ദാസനും വന്ന വിഷമം അവിടുത്തെ ഒരു പ്രസാദവുമാണ്. ഞാൻ ധ്യാനത്തിലിരിക്കുമ്പോൾ ഞാൻ കാണാം അങ്ങും ഞാനും ഒന്നാണെന്ന്. അപ്പം ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് നിങ്ങളും ഭഗവാനും എല്ലാം ഒന്നാണെന്നൊരു ബോധം ഉറപ്പിക്കണം. എപ്പോഴൊക്കെ നിങ്ങളെ വിഷമാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ, ഒരു പ്രവൃത്തിയിലൂടെ കടന്നു പോകുന്നുണ്ടോ, അപ്പോഴൊക്കെ നിങ്ങൾ ഭഗവാന്റെ ദാസനെന്നും കിട്ടുന്നതൊക്കെ പ്രസാദമെന്നും ഉറപ്പിക്കണം. എപ്പോഴൊക്കെ നിങ്ങളൊരു ക്ഷേത്രത്തിൽ മാംസക്കണ്ണുകൊണ്ടൊരു രൂപം കാണുന്നുണ്ടോ, അപ്പം മനസ്സിലാക്കണം മുന്നിലുള്ള രൂപം ഒരു ഗുരുവിൻ്റെ രൂപത്തിൽ കാണാൻ ശ്രമിക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ പരിശീലനം നേടുമ്പോൾ ക്രമേണ നമ്മുടെ മനസ്സിനെ നമുക്ക് ഉയർത്താൻ സാധിക്കും. അതിനുശേഷം അടുത്ത കഥയാണ് കുചേലോപാഖ്യാനം. ഏറെ തെറ്റിദ്ധരിച്ചൊരു കഥയാണ് കുചേലൻ്റെ കഥ. പണ്ടൊരു കുചേലൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ കൃഷ്ണൻ്റെ കൂടെ പഠിച്ചിരുന്നു അത്രേ. അങ്ങനെ രണ്ടുപേരും പഠിച്ചതിന് ശേഷം വേർപിരിഞ്ഞു. രണ്ടുപേരും വിക്ടോറിയ കോളേജൊക്കെ വിട്ട് അങ്ങനെ താമസമൊക്കെ തുടങ്ങി. കൃഷ്ണൻ കല്യാണം കഴിച്ചു, കുചേല ബ്രാഹ്മണനും കല്യാണം കഴിച്ചു. അദ്ദേഹം പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോവില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ പലയിടത്തും പോയി വല്ലതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും, ഇദ്ദേഹത്തിന് കൊടുക്കും. ഇദ്ദേഹമാണെങ്കിൽ എപ്പോഴും ഈശ്വര സ്മരണയിൽ. ഒരു ദിവസം ഭാര്യ പറഞ്ഞു, എന്താ അങ്ങയുടെ ഫ്രണ്ട് കൃഷ്ണനെ കാണാൻ പോയി കൂടെ? അപ്പോൾ ചോദിച്ചു, എന്താ ഉള്ളത് എന്ന്. പറഞ്ഞു, നിങ്ങൾ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊന്നും ചോദിക്കാതെ ഭാര്യ കുറച്ച് അവിലൊക്കെ എടുത്ത് കിഴിയിലാക്കി ഭർത്താവിനെ ഏൽപ്പിച്ചു. ഭർത്താവ് ആ അവിലെടുത്ത്, കുചേലൻ ആ അവിലെടുത്ത് എന്ത് ചെയ്തു? കൃഷ്ണനെ കാണാൻ പോയി. പോകുമ്പോൾ അവിലെവിടെ വെച്ചു അത്രേ? എവിടെ വെച്ചു? കക്ഷത്ത് വെച്ചു. അതൊന്നും നിങ്ങൾ മറക്കണേ ഇല്ല. അല്ലെങ്കിൽ ആരെങ്കിലും കക്ഷത്ത് വെച്ച് കൊണ്ടുപോകുമോ? ശീലയിലൊരു സാധനം ആക്കിയിട്ട്
പ്രത്യേകിച്ച് മാർച്ച്, ഏപ്രിൽ, മെയ് മാസം കക്ഷത്തൊരു സാധനം കൊണ്ടുപോയാൽ ഭഗവാൻ കുചേലനോട് പറയും, കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി ഇനിന്ന്. അത്രമാത്രം അത് അവിടെ കടന്ന് നല്ല സ്ഥലവും വെക്കാൻ. നിങ്ങളൊരു വീട്ടിൽ വിരുന്ന് പോകുമ്പോൾ കക്ഷത്ത് വെച്ച് കൊണ്ടുപോകുക സാധനം വെക്കാൻ കണ്ടൊരു സ്ഥലവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്ന കഥ. എന്നിട്ട് കുചേലന് ധാരാളം സമ്പത്ത് കിട്ടിയെന്നൊക്കെയാണ്. ആണോ? ഭഗവാൻ അവില് കഴിച്ചു, ദൈവത്തിന് സമ്പത്ത് കൂടി. അപ്പം അതുകൊണ്ട് എല്ലാവരും സപ്താഹത്തിനൊക്കെ പോകുമ്പോണ്ടല്ലോ ഈ അവിൽക്കിഴി കൊടുക്കുമ്പോൾ എന്താ വിചാരം എന്നറിയോ? വരട്ടെ വരട്ടെ എന്നാ. കുചേലന് കിട്ടിയതുപോലെ കുറച്ച് എനിക്കും വരട്ടെ എന്ന്. നമ്മുടെ ബുദ്ധി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അതാണ്. പണ്ടൊരു കുട്ടി പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞില്ലേ, ദൈവമേ കൈത്തൊഴാം കേക്കുമാറാക്കണേ, അല്ലെങ്കിൽ നീ എന്നെ കാൽക്കുമാറാക്കണേ എന്ന് പറഞ്ഞ പോലെയാണ്. ഒന്നുകിൽ നീ എന്നെ കേക്കുമാറിനെ പോലെ ആക്കണം, അല്ലെങ്കിൽ ഒരു കാൽക്കുമാറെങ്കിലും ആക്കിത്താതെ. ഇവിടെയാണ് കുചേലൻ്റെ കഥ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. 80 81 അധ്യായം. ഭഗവാൻ കൃഷ്ണൻ്റെ സുഹൃത്തായിരുന്നു ആര്? കുചേല ബ്രാഹ്മണൻ. അദ്ദേഹത്തിന് 3 ഗുണങ്ങളുണ്ടായിരുന്നു. നമ്മൾ പരിശീലിക്കണം ഇതൊക്കെ. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് യദൃച്ഛയോപപന്നേന സന്തുഷ്ട. എന്തു വന്നാലും അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനോബലം, എന്തു വന്നാലും അതിനെ പ്രസാദം എന്ന് പറയാനുള്ളൊരു മനോബലം, അത് പരിശീലിക്കണം നമ്മൾ. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ് സഹിക്കുക എന്നല്ല അർത്ഥം. നോക്കൂ, ഈ അർത്ഥങ്ങളൊക്കെ തെറ്റിക്കരുത് നിങ്ങൾ. എന്തു വന്നാലും സഹിക്കുക എന്നല്ല, എന്തു വന്നാലും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മനസ്സ് അതിൽ തളരാൻ അനുവദിക്കാതിരിക്കുക. കുറേ കൂടി ഹയർ ലെവലിലാണ്. അതുകൊണ്ട് ആത്മീയത എപ്പോഴും ഉണ്ടല്ലോ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയാം ഫൂളിഷ് സ്പിരിച്വാലിറ്റി എന്നാ ചിലർ. കാരണം എല്ലാം സഹിക്കൂ 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 എന്ന് പറയണത്. ഭർത്താവ് കള്ളുകുടിയനാണെങ്കിൽ എന്താ പെൺകുട്ടിയോട് അമ്മ പറഞ്ഞു കൊടുക്കുക? നീ 2 എണ്ണം കിട്ടിയാലും സഹിക്കൂ സഹിക്കൂ സഹിക്കൂ. അങ്ങനെ അതിനെ മാനസിക രോഗിയാക്കി മാറ്റും. സഹിച്ച് 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 മാനസിക രോഗാവുന്നവരുണ്ട്. ഈ സഹനം എന്ന് പറയണതുണ്ടല്ലോ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പലരും ഉണ്ടല്ലോ, എന്തായിക്കോട്ടെ നമുക്കെന്താ, നമ്മൾ ഈ സഹിക്കലാണ് നമുക്ക് ഈ പ്രശ്നം. പലപ്പോഴും ഇതര മതങ്ങളൊക്കെ നമ്മളെ ആവശ്യമില്ലാതെ വിമർശിക്കുമ്പോൾ നമ്മൾ പറയും, എന്തിനാ വിമർശിക്കുന്നത്? സഹിക്കൂ. അപ്പോൾ സഹിക്കൂ എന്ന വാക്കിന് അർത്ഥം, ഈ സഹനം എന്നുള്ള വാക്കിന് അർത്ഥം ശങ്കരാചാര്യസ്വാമികൾ എന്താ നിർവചനം കൊടുത്തിരിക്കുന്നത്? 6ാമത്തെ വയസ്സിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 6ാമത്തെ വയസ്സിൽ സഹനം എന്നുള്ള വാക്കിന് സഹനം സർവദുഃഖാനാമപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിതം എന്നൊക്കെയാണ്. സാ തിദിക്ഷ കഥത്യതേ. ഈ ഡെഫിനിഷൻ വരുന്നത് വിവേക ചൂടാമണി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിലാണ്. അവിടെയാണ് ശങ്കരാചാര്യസ്വാമികൾ നിർവചിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പഠനത്തിൽ വരേണ്ടതാണ്. എന്തു വന്നാലും പ്രസാദ ബുദ്ധിയോട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, സഹിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ശ്രദ്ധിക്കൂ നിങ്ങൾ, ഉൾക്കൊള്ളാനുള്ള കരുത്തുണ്ട്. ഉൾക്കൊള്ളുക പറഞ്ഞാൽ മനസ്സ് തളരാതെ പതറാതെ അതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ്. അപ്പോൾ പ്രതികരിക്കരുതെന്നാണോ പറയുന്നത്? പ്രതികരിക്കണം. നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? പ്രതിഷേധത്തിൽ പ്രതികരിക്കാനല്ല നമ്മളോട് പറയുന്നത്. നോക്കൂ നിങ്ങൾ, പ്രതിഷേധത്തിൽ പ്രതികരിക്കാനല്ല, നമ്മളോട് ശത്രുത കാണിക്കുന്നവർക്ക് പോലും മാനസികമായൊരു ഉയർച്ച ഉണ്ടാകുന്ന വിധത്തിൽ പ്രതികരിക്കണം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഈ പറയുന്നതുണ്ടല്ലോ ആത്മീയതയുടെ ഉന്നതിയാണത്. ഒരിക്കൽ ശ്രീബുദ്ധനെ ഒരാൾ പരിഹസിക്കുകയാണ്. എല്ലാ പരിഹാസ വാക്കുകളും ബുദ്ധൻ പുഞ്ചിരിച്ച് കേട്ടു എന്നാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്കൊരു നോക്കിക്കഴിഞ്ഞാൽ ആകെ ഇളകി മറിയും. നമ്മളെ ചീത്ത പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മാനസികമായി, അവരൊക്കെ ആ ധ്യാനം ചെയ്ത് എന്ത് കേട്ടാലും അതൊന്നും മനസ്സിൽ തട്ടാത്തൊരവസ്ഥ വന്നു. നമ്മുടെ മനസ്സിൽ അങ്ങനെയൊക്കെ തട്ടാത്തൊരവസ്ഥ നമുക്ക് കൈവരിക്കാൻ നിരന്തര ധ്യാനത്തിലൂടെ സാധിക്കുന്നതാണ്. നോക്കൂ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ പലരും നോക്കൂ, നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരെയൊക്കെ നോക്കൂ, നിങ്ങൾ എന്ത് തരത്തിൽ അവർ ധ്യാനത്തിൻ്റെ ശക്തി കൊണ്ടല്ല, തൊലിക്കട്ടി എന്തു പറഞ്ഞാലും ഒരു തരത്തിലും കുലുങ്ങാത്ത ആളുകളാണ്. ആണോ? നമ്മുടെ ഏതൊരു സ്റ്റേറ്റിലാണെന്ന് എനിക്കറിയില്ല, അവിടുത്തെ MLA ക്വാർട്ടേഴ്സിൽ ഒരു പാമ്പ് കയറി ഒരു MLA കടിച്ചു അത്രേ. നല്ല വിഷമുള്ള പാമ്പ്.
നോക്കുമ്പോൾ പാമ്പ് ചത്തുപോയി എന്നാണ് പറയണത്. പാമ്പിനേക്കാളും വിഷം. മനസ്സിലായില്ലേ? രാഷ്ട്രീയക്കാർ അത്ര മോശമാണെന്നല്ല പറയണത്. എന്ത് കേട്ടാലും ഒരു തളർച്ചയില്ലല്ലോ അവർക്ക്. എന്തൊക്കെ അപവാദങ്ങൾ വന്നാലും കൊല്ലുക്കുമില്ല. നോക്കൂ നിങ്ങൾ, രാജയൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നതൊക്കെ ടി വിയിൽ കണ്ടു നിങ്ങൾ. എത്രയോ കോടി മുക്കിയ ആൾക്കാരാണ് അവരൊക്കെ. എന്താ ഒരു തൊലിക്കെട്ടിയിൽ ഇറങ്ങി വരും, കൂളായിട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ അവർക്കൊരു പ്രത്യേക തൊലിക്കെട്ടിയുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർ ആ രീതിയിൽ മനസ്സിനെ വളർത്തിയെടുത്തു. എന്നാൽ ആത്മീയതയിലൂടെ നിങ്ങൾ മനസ്സിനെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ആരെന്ത് പറഞ്ഞാലും അതൊന്നും മനസ്സിൽ ഏൽക്കില്ല. ഇപ്പോൾ നിങ്ങളൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്കും മനസ്സിൽ വേഗം ഏൽക്കും. മനസ്സിലാവുണ്ടോ? നമ്മളെയൊക്കെ പരിഹസിപ്പിക്കാൻ മറ്റുള്ളവർക്ക് ഒരു പ്രയാസമില്ല. ഞാനൊരു പ്രോഗ്രാമിന് പോയി, എന്നെ ഇങ്ങനെ നിർത്തി വധിക്കുന്ന ചില അനുഭവങ്ങളുണ്ട് എനിക്ക്. പ്രോഗ്രാമിന് പോയ സമയത്ത്, സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറയില്ല, പാലക്കാട് തന്നെയാണത്, പാലക്കാട് ജില്ലയിൽ. അപ്പം അവിടെ ഒരുപാട് ആളുകളുണ്ട്, ഉത്സവം എന്തോ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പ്രഭാഷണത്തിന് കയറിയ സമയത്ത് വലിയ വലിയ കോളാമ്പികളൊക്കെ ഈ മുളയുടെ കാലിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രഭാഷണം തുടങ്ങി. ഭക്തജനങ്ങളെ എന്ന് പറയുമ്പോൾ ഭക്താന്ന് വരും, ബാക്കി ജനങ്ങളെന്ന് വരില്ല, ലാസ്റ്റ് ലേന്ന് വരും. ഭക്തജനങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടായി പോവുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുളയുടെ മുകളിൽ സ്പീക്കർ കെട്ടിയിട്ടുണ്ട്. ആളുകൾ ഇങ്ങനെ മുളയുടെ മുകളിലൊക്കെ ചാരി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളയുടെ മുകളിൽ ചാരി നിൽക്കുന്നവർ, നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, ആടുക എന്നുള്ളത്. അപ്പോൾ ആടുന്ന സമയത്ത് ഈ വയർ അങ്ങോട്ട് വലിയും. അപ്പോൾ അത് ഡിസ്കണക്റ്റ് ആവും. അപ്പം ഇങ്ങനെ ഡിസ്കണക്റ്റഡ് ആവുമ്പോൾ സെക്രട്ടറിക്ക് വിഷമം വന്ന് സെക്രട്ടറി നേരെ സ്റ്റേജിൽ കയറി എൻ്റെ കയ്യിൽ നിന്ന് മൈക്കെടുത്ത് ഉറക്കെ വിളിച്ചു പറയാണ്, ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആരും കാലിളക്കരുത്, ആരും കാലാട്ടരുത്, കാലാട്ടിയാൽ വയറിളകും, സ്വാമിക്ക് ബുദ്ധിമുട്ടാവുന്നു. അദ്ദേഹത്തിൻ്റെ തനി സ്വതസിദ്ധമായ ഭാഷയിൽ ഒറ്റ കാച്ചൽ കാച്ചി. അപ്പോൾ പലർക്കും മനസ്സിലായില്ല. ആളുകൾ കാലാട്ടിയല്ലേ, എനിക്കിങ്ങനെ വയറിളകുക, എനിക്കെങ്ങനെ വയർ ലൂസ് മോഷൻ അടിക്കുക. ആളുകൾക്ക് മനസ്സിലാവില്ല ഇതെന്ത് സ്വാമിയാണിത് എന്നുള്ളത്. മനസ്സിലായില്ലേ? അവർക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല ഒരു വിദ്വാൻ ഇങ്ങനെ കാലിൻ്റെ മുകളിൽ പോസ്റ്റിൻ്റെ മുകളിൽ ഇളകുന്നതാണ്, അതാണ് ഈ വയർ ലൂസാവുന്നത് മനസ്സിലാവും. ഉടനെ ഞാൻ പറഞ്ഞു, എൻ്റെ വയറല്ല ലൂസാവുന്നത്, ഇലക്ട്രിക് വയർ, അല്ലാതെ എൻ്റെ വയറിനൊന്നും കുഴപ്പമൊന്നുമില്ല. ചിലർക്ക് എന്നിട്ട് സംശയം, പാവം ലൂസ് മോഷനുള്ള സ്വാമി എന്തിനാ കൊണ്ടുപോകുന്നത്. ഓരോരുത്തർ ഓരോ രീതിയിൽ. മനസ്സിലായില്ലേ? അപ്പം നമ്മളെയൊക്കെ ഇരുത്തി വധിക്കാൻ ആർക്കു വേണമെങ്കിലും സാധിക്കുന്നു വരെയാണ്. അപ്പം അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കണോ വേണ്ടയോ നിശ്ചയിക്കേണ്ടത് നമ്മളാണ്. അതാണ് നോക്കൂ, ധ്യാനം ചെയ്യും തോറും ഒന്നും നിങ്ങളെ അങ്ങനെയൊന്നും ഏൽക്കില്ല. അല്ലാത്തവരാണ് ഈ തൊട്ടാവാടി പോലെ ഒന്ന് നോക്കുമ്പോഴേക്കും അയ്യോ അവൾ എന്തിനാ എന്നെ നോക്കണതെന്ന്. അവൾ നോക്കല്ല, അവളുടെ കണ്ണ് ശരിയല്ല പാവം. ചിലപ്പോൾ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നവരുണ്ടല്ലോ, കൊങ്കണ്ണുള്ളവർ. ഒരു ചിലപ്പോൾ നമ്മളെയാവും നോക്കുന്നത്, മറ്റുള്ളവർക്ക് തോന്നുന്നു അവരെയാണ് നോക്കണതെന്ന്. അപ്പോൾ അതാണ് സത്യം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തും ഉൾക്കൊള്ളാനുള്ള കരുത്ത് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, നമ്മളെ തളർത്തുന്ന കാര്യങ്ങൾ മനസ്സിലോട്ട് സ്പർശിക്കാനും പാടില്ല. എന്നാൽ പറയേണ്ട വിധത്തിൽ എങ്ങനെ പറയണം? നമ്മുടെ മനസ്സ് തളരാത്ത വിധത്തിൽ അത് പറയാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മൾ പറയുന്നതുണ്ടല്ലോ, നമ്മൾ പറയുന്നത് മനസ്സ് മുഴുവൻ പ്രക്ഷുബ്ധമായി പറയുമ്പോഴാണ് അത് വിഷമമുണ്ടാക്കുന്നത്. അപ്പം മനസ്സിനെ പ്രക്ഷുബ്ധാവസ്ഥയിൽ പോവാത്ത വിധത്തിൽ പറയാൻ നമുക്ക് സാധിക്കണം. അതൊരു വല്ലാത്തൊരു കഴിവല്ലേ. അതുകൊണ്ടാണ് ഭഗവാൻ അതിനെ നോക്കൂ, അതിനെ വിളിക്കുന്നത്, ഒന്നാമത്തതിനെ വിളിക്കുന്നത് പ്രതികാരം എന്നാണ്, അല്ലെങ്കിൽ പ്രതിഷേധം എന്നാണ്. എന്താണ്? ഒന്നുകിൽ പ്രതികാരം കാണിക്കുക, അല്ലെങ്കിൽ പ്രതിഷേധം കാണിക്കുക. എന്നാൽ വിവേകത്തോടു കൂടിയിട്ട് ഒരു കാര്യം പറയുമ്പോൾ അത് പ്രതികാരവുമല്ല, അത് പ്രതിഷേധവുമല്ല, അത് മറ്റൊരു വ്യക്തിയെപ്പോലും മാനസികമായി ഉയർത്തുന്ന, അതിന് പറയുക വിവേകം. അതൊരു വിവേകത്തിൻ്റെയാണത്, ഒരു വിവേകത്തിൻ്റെ പ്രതികരണമാണ്. അതിന് പറയുക പ്രതികാരവുമല്ല
പ്രതിഷേധവുമല്ല, അതിന് പറയാം പ്രതികരണം എന്നാണ്. വാക്കങ്ങനെയാണ് വരും, പ്രതികരിക്കുക. അപ്പം നമ്മൾ പോസിറ്റീവായി പ്രതികരിക്കുക. ഈ പോസിറ്റീവായി പ്രതികരിക്കുന്ന സ്വഭാവം, നിങ്ങൾക്കൊരു ഇൻസിഡൻറ്റ് പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗാന്ധിജിയുടെ ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ബ്രിട്ടീഷുകാരൻ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്തതിന് അദ്ദേഹത്തിന് അടിക്കുന്ന രംഗമുണ്ട്. കേട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? യു പെറ്റി ഡോഗ്, ഇന്ത്യൻ ഡോഗ്, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ആട്ടിപ്പുറത്താക്കും. ഉടനെ ഗാന്ധിജി ബൈബിളിലെ ഒരു കൊട്ടേഷനാണ് പറയുന്നത്, നിന്റെ ഇടത് കരത്തിൽ ഒന്ന് കരത്തിൽ തന്നാൽ വലത് കവിൾ കാണിച്ചു കൊടുക്കണം എന്നുള്ളത് ആണോ? ഇത് പറയുമ്പോൾ അപ്പോഴാണ് അടിച്ച ബ്രിട്ടീഷുകാരന് മനസ്സിലാവുന്നത് ഈ മഹാൻ ബൈബിൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു ആളാണ്. ഞാൻ പറയുമ്പോൾ ക്രിസ്ത്യാനിയാണ്, ഇദ്ദേഹം ഒരു ഹിന്ദുവാണ്. ഞാൻ പള്ളിയിൽ പോയി ഇതൊക്കെ പറയണമെന്നല്ലാതെ എൻ്റെ ജീവിതത്തിൽ അതുമായിട്ട് യാതൊരു, അതാണ് അദ്ദേഹത്തിന് വിവേകം വന്നു. ഇങ്ങനെ നമ്മൾ മറ്റൊരാളെ പോലും ചിന്തിപ്പിക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്നതാണ് പോസിറ്റീവായിട്ടുള്ള പ്രതികരണം. ഇതാണ് നമ്മുടെ ഋഷിമാർ പറഞ്ഞത്. അത് മനസ്സിലാക്കാതെ ആളുകൾ എന്ത് ചെയ്തു? എല്ലാം സഹിക്കാനല്ല കൃഷ്ണൻ പറയുന്നത്, ഋഷിമാർ പറയുന്നത്. മാനസികമായി ഒന്നും നമ്മുടെ മനസ്സിനെ ഏൽക്കാത്ത വിധത്തിൽ എല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കണം. പറയേണ്ടതിനെ നമ്മൾ തളരാത്തൊരു മനസ്സോടുകൂടി പറയാനുള്ള കരുത്ത് നേടണം. അപ്പം മുഴുവൻ ശ്രദ്ധയും എവിടെ വരണം? പ്രവൃത്തിയിലല്ല വരേണ്ടത്, സ്വന്തം മനസ്സിൽ ശ്രദ്ധ വരണം. ഈ മനസ്സിൽ ശ്രദ്ധ വരാതെ പോയതാണ് നമുക്ക് പറ്റിയ വീഴ്ച. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാതെ പ്രതിഷേധിക്കും, ആവശ്യമില്ലാത്തതൊക്കെ തലയിലേറ്റിക്കൊണ്ട് നടക്കും, മറ്റൊരാൾ പറയുന്നതൊക്കെ മനസ്സിൽ കൊണ്ട് നടന്ന് ഇത് തന്നെ ആവർത്തിച്ച് ചിന്തിച്ച് എന്നിട്ട് അസ്വസ്ഥതകൾ ഉണ്ടാക്കി. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഏതായാലും ഇവിടെ കുചേല ബ്രാഹ്മണനെ സംബന്ധിച്ച് എന്തു വന്നാലും അത് ഉൾക്കൊള്ളാനുള്ളൊരു കരുത്ത്. പിന്നെ പറയുന്നു ജിതേന്ദ്രിയ. അദ്ദേഹം ജിതേന്ദ്രിയനായിരുന്നു. ജിതേന്ദ്രിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാര്യ എന്തു കൊടുത്താലും ഒരു കലഹമില്ലാത്തൊരു മനുഷ്യൻ, എന്തു കൊടുത്താലും സന്തോഷം, അങ്ങനെയുള്ളൊരു മനുഷ്യൻ. ജിതേന്ദ്രിയ, പരാതികളൊന്നുമില്ല. പ്രശാന്താത്മ, നല്ല മനസ്സിന് നല്ല ശാന്തിയൊക്കെ ഉള്ള ഒരാൾ. അപ്പം ഇങ്ങനെയുള്ളൊരു ഭർത്താവിനെ ഭാര്യ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ഓരോ വീടുകളിൽ നിന്ന് ഓരോന്ന് കൊണ്ടുവന്ന് അതൊക്കെയാണ് ഭർത്താവിന് കൊടുക്കുക. അപ്പം ഇങ്ങനെ കിട്ടാതെ, വേണ്ടത്ര ഭർത്താവിന് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒരു ദിവസം ഭാര്യ ചോദിക്കുകയാണ്, അങ്ങേക്കെന്താ അങ്ങയുടെ സുഹൃത്ത് കൃഷ്ണൻ്റെ അടുത്തൊന്ന് പോയിക്കൂടെ? ഇങ്ങനെ പലതവണ പറഞ്ഞപ്പോൾ ഒരിക്കൽ പറഞ്ഞു, ശരി, ഒന്ന് ഞാൻ പോവാം. പക്ഷെ കൃഷ്ണൻ്റെ അടുത്ത് പോകുന്നത് എന്തിനാണ്? എനിക്കെൻ്റെ ഉത്തമ ശ്ലോകനായ സുഹൃത്തിനെ, എൻ്റെ ഗുരുനാഥൻ എന്ന് കാണാലോ എന്നുള്ള രീതിയിലാണ് കൃഷ്ണനെ കാണാൻ പോകുന്നത്. അപ്പോൾ ചോദിച്ചു, എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടോ എന്ന്. അപ്പോൾ ഭാര്യ നോക്കൂ, ഇന്നത്തെ ഭാര്യയാണെങ്കിൽ പറയും നിങ്ങൾ വല്ലതും വാങ്ങിച്ചു കൊണ്ടുവന്നുണ്ടല്ലോ എന്ന്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങനെ ആയിരുന്നില്ല. ഒരു വീട്ടിൽ പോയി യാചിത്വാ ചതുരോന്മുഷ്ടീൻ പൃഥുക തണ്ടുലാൻ, 4 പിടി അവിൽ യാചിച്ചു കൊണ്ടുവന്ന് അതിനെ ഒരു തുണിക്കഷ്ണത്തിൽ കെട്ടി ഭർത്താവിനെ ഏൽപ്പിച്ചു. അത് കക്ഷത്ത് വെച്ചു എന്നൊന്നും ഭാഗവതത്തിൽ പറയില്ല. അതും കൊണ്ട് പോയി ദ്വാരകയിലേക്ക് എത്തണു. അപ്പോഴേക്കൊക്കെ നടന്ന് ക്ഷീണിച്ച് പരവശനായിട്ടുണ്ട്. അന്ന് ഭഗവാൻ രുക്മിണീദേവിയുടെ ഗൃഹത്തിലാണ്. അവിടെ രുക്മിണീദേവിയുടെ ഗൃഹത്തിലിരിക്കുമ്പോൾ താഴെ കുചേല ബ്രാഹ്മണൻ വരണത് കണ്ടപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് ഓടിയെന്നാണ്. ആ കുചേലനെ ആലിംഗനം ചെയ്ത് കൊണ്ടുവന്ന് ആ ആലിംഗനം ചെയ്യുന്ന സമയത്ത് കൃഷ്ണൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വീണു എന്നാണ് ഭാഗവത്തിൽ പറയുന്നത്. കൃഷ്ണൻ ഒരിക്കലേ കരഞ്ഞിട്ടുള്ളൂ അത്രേ. അത് കുചേല ബ്രാഹ്മണനെ ആലിംഗനം ചെയ്യുമ്പോഴാണ്. എന്താ, കുചേല ബ്രാഹ്മണൻ്റെ ദാരിദ്ര്യം കണ്ടിട്ടാണോ കൃഷ്ണൻ കരഞ്ഞത്? അങ്ങനെ നിങ്ങൾ കരുതരുത്. എന്നിട്ട് കുചേല ബ്രാഹ്മണനെ കൊണ്ടുപോയി എന്തൊക്കെയാ ചെയ്തത് നോക്കൂ നിങ്ങൾ. ഭാഗവത്തിൽ ഈ വരികളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇതൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അവിടെ 80-ാം അധ്യായത്തിൽ പറയും, അതോപവേശപര്യങ്കേ സ്വയം സഖ്യോ സമർഹണം ഉപഹൃത്യാവനിജ്യാസ്യ പാദോപാദാവനേ ജനി അഗ്രഹീ ശിരസാരാജൻ ഭഗവാൻ ലോകപാവന വിലംബൽ ദിവ്യഗന്ധേന ചന്ദനാഗരുകുങ്കുമൈ ദൂപേ സുരഭിർമിത്രം പ്രദീപാവലിർമുദ അർച്ചിത്വാ വേദ്യതാംബൂലം
ഗാം സ്വാഗതമബ്രവീൽ. ഒരു ഗുരുനാഥനെ കൊണ്ടുവന്ന് പീഠത്തിലിരുത്തി പാദം കഴുകി പൂജിച്ച് ദീപധൂപങ്ങളൊക്കെ കാണിച്ച് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ പൂക്കളിട്ട് കൃഷ്ണൻ പൂജിച്ചു എന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ ഒരു ചോദ്യം, നിങ്ങൾ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് കടക്കണം വേണ്ടിയിട്ട് പറയണം. ഒരു സുഹൃത്തായിട്ടായിരുന്നു കൃഷ്ണൻ കുചേല ബ്രാഹ്മണനെ കണ്ടിരുന്നു എങ്കിൽ ഈ തരത്തിൽ പൂജകളൊക്കെ ചെയ്യുമായിരുന്നു? നമ്മളൊരാളെ പൂജിക്കുന്നു എങ്കിൽ അയാൾ വളരെയധികം ഒരു ഉയർന്നൊരാളായിരിക്കണം. അപ്പം കൃഷ്ണൻ കുചേലനെ കാണുന്നത് കേവലം ഒരു സുഹൃത്തായിട്ടാണോ? ആയിരുന്നെങ്കിൽ ഈ പൂജകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഉണ്ടോ? എന്നിട്ട് പിന്നെ കുശലങ്ങളൊക്കെ ചോദിക്കുകയാണ്, എന്താ വിശേഷം എന്നൊക്കെ. നോക്കൂ, നമ്മളൊക്കെ ആയിരുന്നു ആ സ്ഥാനത്തെങ്കിലും ഉണ്ടല്ലോ, അപ്പം തുടങ്ങും പരാതികളും വിഷമങ്ങളും പറയാൻ. ഒരു വാക്ക് കുചേലൻ്റെ വായിന്ന് വരുന്നില്ല. കഥകളൊക്കെ പറഞ്ഞു. പണ്ട് ഗുരുകുലത്തിൽ പഠിക്കുന്ന സമയത്ത് ഓരോ അനുഭവങ്ങൾ അറിയാലോ. ഒരു അനുഭവം, കാട്ടിൽ വിറകൊടിക്കാൻ പോയതും മഴ പെയ്തതും തിരിച്ചു വരുമ്പോൾ വരാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ഗുരുനാഥൻ ചെല്ലുന്ന കഥയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അങ്ങനെ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടി. എന്നിട്ട് കൃഷ്ണൻ പറയാണ്, ഇന്ന് ഞാനും അങ്ങും ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നതിന് കാരണം ഗുരോർ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. കൃഷ്ണൻ എത്രയോ ഉന്നതിയിലാണ്. കൃഷ്ണൻ പറയുന്നു സുദാമാവും അത്രയും ഉന്നതിയിലാണ്. പൊതുവേ ഉണ്ടല്ലോ, നമ്മൾ ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് നമുക്ക്. നമ്മളെ സംബന്ധിച്ച് ആത്മീയത എന്ന് പറയുന്നത് ചോദിക്കുന്നതൊക്കെ കിട്ടുന്നതാണ് ആത്മീയത. നോക്കൂ, ഭൗതികമായി സമ്പന്നർ അല്ലെങ്കിലും മാനസികമായൊരു സമ്പന്നത കൈവരിക്കാൻ എല്ലാവർക്കും പ്രാപ്തിയുണ്ട്. ശ്രദ്ധിക്കൂ നിങ്ങളെ, ഭൗതികമായി എല്ലാവർക്കും സമ്പന്നരാവാൻ സാധിച്ചു എന്ന് വരില്ല. ഒരു കൃഷ്ണനെ പോലെ സമ്പന്നനാവാൻ ആർക്ക് സാധിച്ചു എന്ന് വരില്ല? ഒരു കുചേല ബ്രാഹ്മണന് സാധിച്ചില്ല. പക്ഷേ കൃഷ്ണൻ എത്ര മാനസികമായി ഉയർന്നിട്ടുണ്ടോ അത്രയും മാനസികമായി ഉയരാൻ ആർക്കും പറ്റും? കുചേലന്. ശ്രദ്ധിക്കൂ നിങ്ങൾ, നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു വീഴ്ച ഇവിടെയാണ്. നിങ്ങൾ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നമ്മളിന്ന് സമ്പത്ത് എന്ന് പറയുന്നതുണ്ടല്ലോ ഭൗതികമായി മാത്രം കാണുന്നു. ഇപ്പം നമ്മൾ വിചാരിക്കുന്നു വീട്ടിലൊരു കാറുണ്ട്, എല്ലാ സൗകര്യങ്ങളും വീട്ടിലുണ്ട്, അവർ സമ്പന്നരാണ്. എന്നാൽ ഈ സമ്പത്ത് എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് പറയുന്ന സമ്പത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ സൗകര്യങ്ങളെ അടിസ്ഥാനമാക്കി നോക്കുമ്പോഴാണ്. പണ്ട് കാലത്ത് ഒരു കാറ് ഉള്ളവൻ ഏറ്റവും വലിയ കോടീശ്വരനാണ്, ആണോ? അന്ന് കാറെന്ന് പറയുന്ന റെയർ സാധനം, ഫോൺ എന്ന് പറയുന്ന റെയർ സാധനം. ഇന്നിപ്പോൾ ഒരു കാറുള്ള ഒരാളെ സമ്പന്നനായി കണക്കാക്കുമോ? ഇന്നിപ്പോൾ ഒരു 100 കാറുള്ള ആൾക്കാരെ ഇരിക്കും ആളുകൾ. 5ഉം 6ഉം 7ഉം കാറൊക്കെ വേണം. അപ്പം നോക്കൂ, സമ്പത്തിൻ്റെ ആ ഒരു അവസ്ഥ ഇന്ന് വളരെയധികം മാറിയിട്ടുണ്ട്. എല്ലാവർക്കും മറ്റൊരാൾക്ക് തുല്യം ആയിത്തീരാൻ സാധ്യമല്ല. എന്നാൽ നമുക്ക് സമ്പന്നരാവാൻ പറ്റും. ഏത് തലത്തിൽ? എല്ലാവരെയും സമ്പന്നരാക്കാൻ എന്താ വഴി? എല്ലാവരെയും സമ്പന്നരാക്കാൻ എന്താ വഴി? എന്താ വഴി? മാനസികമായി ഉയരണം. അതിനെന്താ വഴി? ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. എന്താ വേണ്ടത്? ഗുരുക്കന്മാരുടെ അനുഗ്രഹം. ഈ ഗുരുവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതാണ് ജ്ഞാനത്തിൻ്റെ ശക്തി പറയുന്നത്. ഗുരു എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് ജ്ഞാനമുണ്ടാവുക. ആരെക്കുറിച്ച് ജ്ഞാനമുണ്ടാവുക? നമ്മുടെ സ്വന്തം മനസ്സിനെക്കുറിച്ച്. ഈ മനസ്സെന്നത് പരമാത്മാവിൻ്റെ ഭാഗമാണെന്നും പൂർണ്ണമായ പരമാത്മാവിലേക്ക് ഞാൻ എന്നെ തന്നെ ഉയർത്തിക്കഴിഞ്ഞാൽ ഞാൻ സമ്പന്നനായി തീർന്നു. മനസ്സുകൊണ്ട് സമ്പന്നനാവാൻ നമ്മളൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മനസ്സുകൊണ്ട് സമ്പന്നരാവാൻ. അപ്പം സമ്പന്നരാവണമെങ്കിൽ പൂർണ്ണതയോടടുക്കും തോറും നമ്മളൊക്കെ ആരായിത്തീർന്നു? ഒരു പുഴ ഒഴുകി 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 കടലിലേക്ക് ചേരുമ്പോൾ ആ പുഴ സമ്പന്നമായി തീർന്നു. ഉണ്ടോ ഇല്ലയോ? ഇതുപോലെ മനസ്സ് ഉയർന്നുയർന്ന് ആരിലേക്ക് എത്തണം? പരമാത്മാവിലേക്ക് എത്തുമ്പോൾ നിങ്ങളെപ്പോലെ സമ്പന്നരായി ലോകത്തിൽ ആരും ഉണ്ടാകും. അതാണ് കൃഷ്ണൻ പറയുന്നത്, ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തി.
ആത്മീയത ആ രീതിയിൽ മനസ്സിലാക്കൂ. അതുകൊണ്ടാണ് നമ്മളോട് ദിവസവും കുറച്ചു നേരം എന്ത് പറയുന്നത്, അല്പനേരം ഇരുന്ന് ധ്യാനം ചെയ്യാൻ പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് സുദാമാവ് പറഞ്ഞു, കൃഷ്ണ 64 ദിവസമാണ് കൃഷ്ണൻ്റെ കൂടെ പഠിച്ചത്. അത് വലിയൊരു ഭാഗ്യല്ലേ? ഒരു ജഗദ്ഗുരുവായിരിക്കുന്ന അങ്ങയുടെ കൂടെ എനിക്ക് പഠിക്കാൻ പറ്റിയില്ലേ? ഇതിലും വലിയൊരു ഭാഗ്യം എന്തുണ്ട്? അപ്പം ഇത് കഴിഞ്ഞപ്പോൾ സുദാമാവിനോട് ചോദിക്കുകയാണ്, അല്ല സുദാമാവേ, അങ്ങ് പാലക്കാട് നിന്ന് പുറപ്പെടുന്ന സമയത്ത് എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാതിരിക്കില്ല? കൊണ്ടാട്ടമെങ്കിലും, കാരണം പാലക്കാട് കൊണ്ടാട്ടത്തിന് പ്രസിദ്ധമാണല്ലോ. എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരാതിരിക്കില്ല? എന്താ അങ്ങയുടെ ഭാര്യ എനിക്ക് വേണ്ടി തന്നയച്ചിരിക്കുന്നത്? എന്നിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞു, എനിക്ക് എന്ത് കിട്ടിയാലും കുഴപ്പമില്ല. എന്തൊക്കെയാ ഭഗവാന് വേണ്ടത്? പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അസ്നാമി പ്രയതാത്മന. പത്രം. ഓ, അപ്പം ന്യൂസ് പേപ്പർ മതി സ്വാമി? രാവിലെ തന്നെ ന്യൂസ് പേപ്പർ കൊണ്ടുപോയി പൂജാമുറിയിൽ വെക്കലല്ല പത്രം. പത്രം എന്ന് പറഞ്ഞാൽ ഒരു ഇല. പുഷ്പം അത് നമുക്കറിയാം. ഫലം പഴം, തോയം വെള്ളം. അപ്പം ഇത്രയും സാധനങ്ങൾ ഭഗവാന് മതി. എങ്ങനെ വേണം? ഭക്തിയാ പ്രയച്ഛതി എന്ന് പറഞ്ഞാൽ നോക്കൂ, നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഒരു ചെടിയുടെ ഇല, പൂ, ഫലം, മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരു ചെടിയുടെ ഭാഗമായി പറയുമ്പോൾ, ഒരു ചെടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആദ്യം ഇല വരും, പിന്നെ പൂ വരും, പിന്നെ കായ വരും. അതൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അതിന് വെള്ളം ഒഴിക്കണം. അപ്പം നോക്കൂ നിങ്ങൾ, ഭഗവാൻ ഒരു ചെടി വെച്ച് കൊടുത്താൽ മതിയോ? പറഞ്ഞു വരുന്നത്, ഏത് കാര്യവും ഭഗവാൻ സ്വീകരിക്കും. ഇന്നതെന്നില്ല. ഇലയായാലും കുഴപ്പമില്ല, ഫലമായാലും കുഴപ്പമില്ല, പൂവായാലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ഏതും ഭഗവാൻ. പക്ഷെ എങ്ങനെ കൊടുക്കണം? ഭക്തിയാ. ഈ വാക്ക് പറയുമ്പോൾ നിങ്ങൾ പൂജാമുറിയിൽ ഒരു സാധനം കൊണ്ടുവയ്ക്കുന്ന കാര്യമല്ലേ പറയണത്? ഭഗവാന് ഒരു സാധനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഡു എവറിത്തിങ് വിത്ത് എ റിലാക്സ്ഡ് മൈൻഡ് നടത്താം. നിങ്ങൾ റിലാക്സ്ഡ് മൈൻഡിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഭഗവാനിൽ അർപ്പിതമാണ്. അത് ടെൻഷനിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ അഹങ്കാരത്തിൽ അർപ്പിതമാണ്. അതെങ്ങനെ അറിയാം നമുക്ക് അത് ആരിൽ അർപ്പിതമാണെന്ന്? നിങ്ങൾ അസ്വസ്ഥതയിൽ ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങളുടെ അഹന്തയിൽ, ദുരഭിമാനത്തിൽ അർപ്പിതമാണ്. നിങ്ങളത് സ്വസ്ഥതയിൽ ചെയ്യുന്നുവെങ്കിൽ, വളരെ സമാധാനത്തിൽ, ശാന്തിയിൽ ചെയ്യുന്നുവെങ്കിൽ, ആസ്വദിച്ച് ചെയ്യുന്നുവെങ്കിൽ ആരിൽ അർപ്പിതം? ഭഗവാനിൽ. സ്വസ്ഥശേതേ മൃത്യുരസ്മാദപൈതി. ഭഗവാൻ ഇതാ പറയുന്നത്, അസ്വസ്ഥനായും ചെയ്തോളൂ, സ്വസ്ഥനായും. സ്വസ്ഥനായി ചെയ്യുമ്പോൾ നിങ്ങൾ പരമാത്മാവിലാണ്, അസ്വസ്ഥനായി ചെയ്യുമ്പോൾ നിങ്ങൾ ജീവാത്മാവിലാണ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ സമയം നിങ്ങൾ എവിടെയായിരിക്കണം? ജീവാത്മാവിലും ജീവിക്കാൻ നമുക്ക് അപ്പം സ്വസ്ഥമായിട്ട് സ്വസ്ഥത കൂട്ടി വരണ്ടേ? അതിനാണ് ധ്യാനം പരിശീലിക്കുന്നത്. ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു, എന്താ സുദാമാവെ കൊണ്ടുവന്നത്? അണു അഭി, ചെറുതായാലും കുഴപ്പമില്ല. അപ്പം ഇതൊക്കെ പറഞ്ഞപ്പോൾ സുദാമാവിൻ്റെ കയ്യിൽ എന്തുണ്ട്? അവിലുണ്ട്. സുദാമാവ് അത് പതുക്കെ പുറകോട്ട് വെച്ചു, കൊടുത്തില്ല കൃഷ്ണന്. അപ്പം കൃഷ്ണൻ നോക്കുമ്പോൾ കയ്യിൽ എന്തോ പൊതിയുണ്ട്, പക്ഷെ തരുന്നില്ല. ചോദിച്ചിട്ടും കൃഷ്ണന് കൊടുക്കാത്ത ആളാണ് ആര്? ഞാൻ നോക്കുമ്പോണ്ടല്ലോ, സാധാരണ നമ്മളൊക്കെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പൊതി, ഒരു ബേക്കറി സാധനം കൊണ്ടുപോയാൽ നിങ്ങൾ ആദ്യം തന്നെ അത് കൊടുക്കും. കാരണം നിങ്ങൾക്കറിയാം അതെന്നെ തിരിച്ചു വരും എന്നുള്ളത്. കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കും. നിങ്ങളത് ഒളിപ്പിച്ച് വയ്ക്കുമോ? അപ്പം കുട്ടികൾ ചോദിക്കുക, എന്താ ആണ്ടി വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നത്? എന്ത് കൊണ്ടുവന്നാലും തരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാനായിട്ട് വരുത്തുമോ നിങ്ങൾ? ഇവിടെ കൃഷ്ണൻ സുദാമാവിനോട് ചോദിക്കുന്നു, എന്താണ് അങ്ങ് വരുമ്പോൾ കൊണ്ടുവന്നത്? ശരിക്കും യാചിച്ചത് ആരാണ്? ആരാ യാചിച്ചത്? ഭഗവാൻ യാചിച്ചു. ആര് യാചിച്ചില്ല? സുദാമാവ് യാചിച്ചില്ല. എന്നിട്ട് മാറ്റിവെച്ചു. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ, എന്തിനാ സുദാമാവ് എനിക്കിത് തരാത്തത്? എന്തുകൊണ്ട്? ഈ ചോദ്യം നിങ്ങൾ ഉത്തരം കണ്ടെത്തണേ. എന്തുകൊണ്ട് കൃഷ്ണൻ ചോദിച്ചിട്ടും സുദാമാവ് കൊടുത്തില്ല? അതിനൊരു കാരണം വേണ്ടേ? അപ്പോഴാണ് ഭഗവാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. എന്താ ഈ സുദാമാവ് എനിക്ക് തരാത്തതെന്ന്? ഭാഗവതത്തിൽ ഒരു വരി പറയുന്നുണ്ട്,
സർവഭൂതാത്മദൃക്സാക്ഷാൽ തസ്യാഗമനകാരണം വിജ്ഞായ ചിന്തയന്നായം ശ്രീകാമോ മാപദൽപുരാം. ഈ സുധാമാവ് ഇങ്ങോട്ട് വന്നത് ശ്രീകാമോ മാ. ശ്രീ എന്ന് പറഞ്ഞാൽ ശ്രീ എന്തെങ്കിലും ഐശ്വര്യം. കാമോ മാ, എന്നിൽ നിന്ന് ഒന്നും കാമിക്കുന്നില്ല. അങ്ങനെ വന്നിരിക്കുന്നു സുധാമാവ്. സുധാമാവ് കൃഷ്ണനിൽ നിന്ന് യാതൊന്നും, കൃഷ്ണനിൽ നിന്ന് പ്രാർത്ഥിക്കാനല്ല ആര് പോയത്? പറയൂ, സുധാമാവ്. ഇത് നിങ്ങൾ ഉറപ്പിച്ചു വെക്കണേ. നിങ്ങൾക്കൊക്കെ ഒരു സുധാമാവിൻ്റെ ഭക്തി വേണ്ടേ? അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കാനായി ഒരിടത്തും പോരുത്. എത്ര പേരേറ്റു? നന്നായത്. പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ സംസ്കാരമല്ലത്. അതൊക്കെ ദൈവത്തെ വേറെയായി കാണുന്ന സംസ്കാരമാണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും സ്വഭാവം മാറില്ല. പാലക്കാട് എല്ലാ ജില്ലകളുടെയും ഫുട്ബോൾ മാച്ച് നടക്കുകയാണ്. അവസാനം 2 ജില്ലകൾ മാത്രമായി ഫൈനലിൽ. ജില്ലകളല്ല, എന്തായാലും പറയാ, ഈ താലൂക്കുകൾ. അങ്ങനെ ഒറ്റപ്പാലം താലൂക്കും പാലക്കാട് ഇവിടുത്തെ താലൂക്കും തമ്മിലുള്ള വാശിയേറിയ മത്സരം, ഫൈനൽ മാച്ച്. ഈ പാലക്കാട് പാവം ഗ്രൂപ്പിൻ്റെ അവൻ്റെ ഗോളിയുടെ അമ്മ മരിച്ചുപോയി. എവിടുന്നാ അപ്പോൾ ഒരു ഗോളിയെ കിട്ടുക? പന്ത് പിടിക്കാൻ ഗോളിയെ കിട്ടണ്ടേ? ഇവരിങ്ങനെ നടന്ന് വലിയങ്ങാടിയിലെത്തി. ആരോ പറഞ്ഞു അവിടെ ഒരാളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോകുന്ന വഴിക്ക് നോക്കുമ്പോണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മത്തൻ്റെ ലോറി വന്നിരിക്കുന്നു. അതിലൊരുത്തൻ കയറി താഴോട്ട് മത്തൻ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. താഴെ ഒരുത്തൻ മത്തൻ പിടിക്കുന്നുണ്ട്. അവൻ കടയിലേക്ക് എറിയുന്നുണ്ട്. അവനാണെങ്കിൽ കുടുംബ വർത്തമാനം പറയുന്നുണ്ട്. എന്നിട്ട് എന്തായി അവൻ്റെ കല്യാണം? അങ്ങോട്ട് നോക്കുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. പക്ഷെ കൃത്യം അവൻ്റെ കയ്യിൽ മത്തം വീഴും. അവൻ അങ്ങോട്ട് അകത്തേക്ക് കയറി, കൃത്യം ഷോപ്പിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അവർക്ക് തോന്നി, ഇവനെ ഗോളിയായി കിട്ടിയാൽ ഇവൻ എന്തായാലും പിടിക്കും. ഇവനോട് പറഞ്ഞു, തനിക്ക് ഞങ്ങൾ 10,000-5,000 രൂപയെ തരാം, ഒരു കളിക്ക് താൻ വരണം. അവനെ കൊണ്ടുപോയി ഗംഭീരമായ ഫൈനൽ മാച്ച് നടക്കണു. അവസാനത്തെ 1 മിനിറ്റേ ഇനി ഗോൾ അടിക്കാനുള്ളൂ. അവസാനം ഗോൾ അടിച്ചതും ഇവൻ്റെ കയ്യിൽ എവിടുന്നാ പന്ത് വന്ന് വീണറിയില്ല. പന്ത് വന്നപ്പോഴേക്കും പാലക്കാട്ടുകാരെ മേലോട്ട് ആഹ്ലാദിക്കാൻ തുടങ്ങി. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് പന്തെടുത്ത് അവൻ നെറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരൊറ്റേറ്. കാരണം അവൻ ഇത്രയും കാലം മത്തൻ പിടിച്ച് കടയുടെ ഉള്ളിലേക്ക് എറിഞ്ഞ് ശീലിച്ചതുകൊണ്ട് അവൻ എന്ത് കയ്യിൽ കിട്ടിയാലും എറിയുന്ന സ്വഭാവം. ഇതുപോലെ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കരുത് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ മുന്നിലെത്തിയാൽ ശങ്കരൻ വീണ്ടും തെങ്ങിത്തന്നെ. 4 കൃഷ്ണ സ്വാമിയൊക്കെ പറഞ്ഞാലും അവിടുന്ന് എള്ളുട്ടോ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് നിങ്ങൾ കരയും. കാരണം അത് ശീലിച്ചു പോയി നമ്മൾ. അപ്പം നമ്മളത് മാറ്റിയെടുക്കണം. എന്തു വന്നാലും ഞാൻ ഇനി പ്രാർത്ഥിക്കില്ല. മാ കാമ, അദ്ദേഹം ഒന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ എന്തിനാ വന്നത്? പത്നിയാപതിവ്രതായാസ്തു. നോക്കൂ, കുചേലനോളം ഉയർന്നില്ല ആര്? ഭാര്യ. ആ ഭാര്യയുടെ പ്രേരണ കൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ ഭാര്യയ്ക്ക് ഇത്തിരി സമ്പത്തിരിക്കട്ടെ എന്ന് കരുതി ഇത്തം വിധാന്യനേകാണി. ഭഗവാൻ എന്ത് ചെയ്തത്രേ? ഒരു നിമിഷം കൊണ്ട് സ്വയം ഝാരക്കിമിതം ഇതി പ്രതികണ്ടുലാൻ, ആ കയ്യിൽ നിന്ന് തട്ടിപ്പറച്ചു അവിൽ കിഴിയാണ്. എന്നിട്ട് അതൊക്കെ തുറന്ന് നല്ല ഒന്ന് കുതിർത്ത പോലുമില്ല, കൈ കക്ഷത്തൊന്നും വെച്ചിട്ടില്ല. ആ അവിലെടുത്ത് വായിലേക്കിട്ട് ചവച്ചരച്ചിട്ട് പറഞ്ഞു, ഓ ഇത്ര ടേസ്റ്റുള്ള അവിൽ, പാലക്കാടൻ മട്ടനരിയുടെ എന്താ ഒരു രുചി എൻ്റെ സുധാമാവേ എന്ന് പറഞ്ഞതും 2ാമത്തെ പിടി അവിലെടുത്ത് വായിൽ വയ്ക്കാൻ ശ്രമിക്കുമ്പോഴേക്കും രുക്മിണി ദേവി കൈയൊരൊറ്റപ്പെടുത്താം. സുധാമാവ് നോക്കി, എന്തിനാവോ ഈ രുക്മിണി ദേവി പാവം ഉപദ്രവിക്കുന്നത്, കുറച്ച് കഴിച്ചോട്ടെ. അപ്പോഴാണ് രുക്മിണി ദേവി മനസ്സുകൊണ്ട് പറയുന്നത്, കഴിക്കല്ലേ. കഴിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വാസ്തവത്തിൽ കഴിക്കല്ലേ ചെയ്യുന്നത്, ചെക്ക് പാസ്സാക്കി കൊടുക്കുകയാണ്, എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്.
രണ്ടാമത്തെ പിടി അവിലിലാണ് എഴുതിയിരിക്കുന്നത് രുക്മിണിക്ക് അടുക്കള ചാർജ്. അയ്യോ എന്നെ കൈവിടല്ലേ കൃഷ്ണ എന്നുള്ള രീതിയിലാണ് പിടിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് സുദാമ വന്ന് അവിടെ താമസിച്ചു. പിറ്റേ ദിവസം കൃഷ്ണൻ എണീക്കുന്നതിന് മുമ്പ് സുദാമാവ് ഇറങ്ങി. ഒരു യാത്ര പോലും ചോദിക്കാറ്, കാരണം കണ്ടു കഴിഞ്ഞാൽ വല്ലതും കൊടുത്താലോ. സുദാമാവിനൊന്നും വേണ്ട, വഴിയിലിറങ്ങി. അങ്ങനെ പോരുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മളൊക്കെ അന്ന് ജീവിച്ചിരുന്നു എങ്കിൽ, നിങ്ങൾ അന്ന് ജീവിച്ചിരുന്നു എങ്കിൽ ദ്വാരകയിൽ ഈ സുദാമാവ് കൃഷ്ണൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ സുദാമാവിനെ കണ്ടാൽ എന്തായിരിക്കും ചോദിക്കുക? സത്യം പറയുക. നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം എന്തായിരിക്കും? എന്താ സുദാമാവെ കിട്ടി? നോക്കൂ, നമ്മുടെ മനസ്സിലിരിപ്പ് നോക്കൂ നിങ്ങൾ. കിട്ടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക്. സുദാമാവ് പറയുന്നത് എന്തറിയോ? അധനോയം ധനം പ്രാപ്യമാദ്യനമം സ്മരേൽ ഇതി കാരുണികോ നോനം ധനം മേ അപൂരിനാഥതൽ. എന്നോടുള്ള കാരുണ്യം കൊണ്ട് ഭഗവാൻ എനിക്ക് യാതൊരു സമ്പത്തും തന്നില്ല. അതെൻ്റെ ഒരു കാരുണ്യാണ്. കാരണം ഞാൻ സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാനെ ഓർത്തില്ലെങ്കിലോ എന്ന് കരുതി എനിക്ക് തന്നില്ലയാണ്. അപ്പം തൻ്റെ ഭഗവത് സ്മൃതിക്ക് തടസ്സമുണ്ടാവരുതെന്ന് കരുതി ഭഗവാൻ യാതൊന്നും തന്നില്ല എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഒരുപക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. സുദാമാവ് ഏറ്റവും വലിയ സമ്പത്തായി കാണുന്നത് തൻ്റെ മനസ്സിനെയാണ്. അതുകൊണ്ട് മനസ്സ് ഭഗവാനെ വിടാൻ ഒരിക്കലും ആര് തയ്യാറില്ല? സുദാമാവ് തയ്യാറില്ല. നമ്മൾ ആ മനസ്സിനെ വെൽത്തായി കണ്ടിട്ടില്ല. അങ്ങനെയൊരു കാലം വരും നമുക്ക്. സ്വന്തം മനസ്സിനെ നമ്മൾ വെൽത്തായി കാണുമ്പോണ്ടല്ലോ, അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക പല കാര്യത്തിലുണ്ടല്ലോ, നമ്മൾ ആരൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിച്ചാലും നിങ്ങൾ പറയും, ആരെ ബുദ്ധിമുട്ടിച്ചാലും എൻ്റെ മനസ്സിനെ ഞാൻ അതിലൊന്നും തളരാൻ അനുവദിക്കില്ല. അന്ന് നിങ്ങൾക്ക് ആ മനസ്സിൻ്റെ മഹത്വം മനസ്സിലാവും. ഇതുപോലെയാണ് സുദാമാവ് പറയുന്നത്, കൃഷ്ണൻ എനിക്ക് സമ്പത്ത് തന്നില്ലെങ്കിലും എനിക്ക് യാതൊരു വിഷമമില്ല. കാരണം അത് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് എൻ്റെ മനസ്സിന് യാതൊരു അസ്വസ്ഥതകളും വന്നിട്ടില്ല. അപ്പോൾ തൻ്റെ മനസ്സിൽ അല്പം പോലും അസ്വസ്ഥത വരാത്ത വിധത്തിൽ മനസ്സിനെ പിടിച്ചു നിർത്താൻ ഉള്ള കഴിവ് ആർക്കുണ്ട്? മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്. നമുക്കിപ്പോൾ ഒരാളെടുത്ത് നമ്മളൊരു കാര്യം ചോദിച്ചു, അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വിഷമമാണ്, മനസ്സ് അസ്വസ്ഥമായി. ഉണ്ടോ ഇല്ലയോ? ഇവിടെ സുദാമാവ് അല്പം പോലും അസ്വസ്ഥനാവാത്തൊരു മാനസികാവസ്ഥയിൽ ഉയർന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠനല്ലേ? വീട്ടിലെത്തണു. അതേ നടന്ന് വീട്ടിലെത്തുമ്പോൾ വഴിയൊന്നും കാണുന്നില്ല. ഈ മൈതാനം പോലെയാണ്. നിങ്ങൾ വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഈ മൈതാനം എന്താ പറയുക, ഇതുപോലെ ആവില്ലല്ലോ. വേറെ വല്ലതും സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചതായിരിക്കാം. ഇന്നിപ്പോൾ നോക്കൂ, വലിയ പന്തലും കാര്യങ്ങളൊക്കെ. സുദാമാവ് ഇതേപോലെ വരുന്ന സമയത്ത് വീടിൻ്റെ ചെറിയ ഇടവഴിയൊന്നും കാണുന്നില്ല. ഹൈവേ റോഡ്. വഴി തെറ്റി എന്ന് വിചാരിച്ചു. ഒരു 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ പാലക്കാട് വന്നാൽ നിങ്ങൾക്കേ തിരിച്ചറിയാൻ പറ്റില്ല ഇത് പാലക്കാടാണ്. പണ്ടത്തെ ഇടവഴികളൊക്കെ പോയില്ലേ? അങ്ങനെ സുദാമാവ് നോക്കുന്ന സമയത്ത് എവിടെ പോയി വീടിൻ്റെ സ്ഥാനത്ത് വലിയ കൊട്ടാരം. കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്തുണ്ട് ഒരു ശബ്ദം കേൾക്കണു, ഭഗവൻ്റെ ഒരു വിളി. സുദാമാവിൻ്റെ ഭാര്യ സുദാമാവിനെ വിളിക്കുന്ന പേര് ഭഗവൻ ബ്രഹ്മൻ എന്നാണ്. ഒരു പണിക്കും പോവാത്ത ഒരാളെ ഭഗവൻ എന്ന് വിളിക്കുമോ? ഭഗവൻ എന്നൊക്കെ വിളിക്കും, ബ്രഹ്മൻ എന്നൊക്കെ വിളിക്കുമോ? വിളിക്കും. പാലക്കാട്ടുകാർ ബ്രഹ്മം എന്ന് വിളിക്കും, പരബ്രഹ്മം എന്ന്. ഒരു ജോലിക്കും പോവാത്തവരെ അങ്ങനെയുള്ളൊരു വിളിയുണ്ടല്ലോ, പരബ്രഹ്മത്തെ പോലെ ഇരിക്കണമെന്ന്. ഇവിടെ സുദാമാവിൻ്റെ ഭാര്യയുടെ ശബ്ദം കേട്ടതും അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോണ്ട് ഭാര്യ പഴയ ആളല്ല. അന്ന് ഞാൻ പോകുന്ന സമയത്ത് ഭാര്യ ഒരു ഈർക്കലിൻ്റെ മുകളിലൊരു ശീല ചുറ്റിയതുപോലെയായിരുന്നു. ഇപ്പോൾ ഭാര്യയുണ്ട് നല്ല ഹോർലിക്സ് മോഡല്, നല്ല വണ്ണമൊക്കെ വെച്ച്, കഴുത്തിലാണെങ്കിൽ പതക്കങ്ങൾ, വലിയ വലിയ മാലകൾ, ലക്ഷ്മി മാല, ഗംഭീരമായ അലങ്കാരങ്ങൾ, കാതിലാണെങ്കിൽ വലിയ 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 കമ്മലുകൾ. ഇതെങ്ങനെ കിട്ടി? എങ്ങനെന്താ സംഭവിച്ചത്? സുദാമാവിൻ്റെ ഭാര്യ സുദാമാവിനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, രാത്രി ഉറങ്ങിയതേ ഓർമ്മയുള്ളത്രേ. രാവിലെ ആയപ്പോഴേക്കും എല്ലാം മാറിക്കഴിഞ്ഞു. തോഴിമാരിഷ്ടം മാതിരി ഒരുത്തി രാവിലെ തന്നെ ചോദിക്കുന്നുണ്ടത്രേ, കോഫി വേണോ ടീ വേണോ എന്ന്. ഇങ്ങനെയൊക്കെ അത്രത്തോളം വീട്ടിൽ ഡെവലപ്മെൻറ്റ് വന്നു. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ സുദാമാവ്
നമ്മളാണെങ്കിൽ ഡാൻസ് കളിക്കില്ലേ ഇത്രയൊക്കെ സമ്പത്ത് കിട്ടിയതിന്? സുദാമാവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, അതാണ് അതിൻ്റെ ഏറ്റവും ഭംഗി. അദ്ദേഹം പറയുന്നത് തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രി ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതത്തൽ പുരുഷപ്രസംഗ തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതത്തൽ പുരുഷപ്രസംഗ. എനിക്കൊരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. പ്രാർത്ഥന എന്നല്ല ഇവിടെ പറയേണ്ടത്, എൻ്റെ മനസ്സിൻ്റെ അർപ്പണമേ ഉള്ളൂ. ഇനിയും ഇനിയും ജന്മങ്ങൾ വരട്ടെ, ആ ജന്മങ്ങളിലൊക്കെ സൗഹൃദം, സഖ്യം, മൈത്രി, ഇതാരോട് മാത്രം? ഭഗവാനോട്. അപ്പം തൻ്റെ മനസ്സ് ഭഗവാനോടാണ് അടുപ്പിക്കേണ്ടതെന്ന ബോധം നല്ല ഉറച്ചുള്ള ഒരാളാണ് ആര്? അതെങ്ങനെ സാധിക്കും? മഹാനുഭാവേന, മഹാന്മാരായിട്ടുള്ള ആളുകളുടെ കൂടെ ചേർന്ന് ഭഗവാനിലേക്ക് മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഭഗവാനിലേക്ക് തന്നെ മനസ്സിനെ ലയിപ്പിക്കാനായിട്ടുള്ള ഒരു ജന്മം ഇനിയും എത്ര വേണമെങ്കിലും, ദരിദ്രൻ്റെ ജന്മം ഏത് ജന്മം ആവട്ടെ, പക്ഷെ മാനസികമായി ഞാൻ ഒരിക്കലും ആരാവില്ല. ശരീരം കൊണ്ട് ഞാൻ ദരിദ്ര വീട്ടിൽ വന്നാലും മനസ്സുകൊണ്ട് ഞാൻ ആരാവില്ല, ദരിദ്രനാവില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കണേ, ദാരിദ്ര്യം എന്നതിന് അർത്ഥം, ഈ ദാരിദ്ര്യം എന്നുള്ള വാക്കുണ്ടല്ലോ, പലരും ഈ ദാരിദ്ര്യം കൊണ്ടു നടക്കുന്നത് മനസ്സിലാണ്, ശരീരത്തിലല്ല ദാരിദ്ര്യം. എവിടെയാണ്? കൊടുക്കുന്നതിലൊക്കെ ലുബ്ധത കാണിക്കും ചിലർ. അങ്ങനെ നമ്മൾ ലുബ്ധത കാണിച്ചു കഴിഞ്ഞാൽ, മനസ്സിൽ ദരിദ്രനായി ജീവിച്ചാൽ, ശ്രദ്ധിക്കൂ നിങ്ങൾ, വളരെ ശ്രദ്ധിക്കൂ, നമ്മൾ മനസ്സിൽ ദരിദ്രനായി ജീവിച്ചാൽ നിങ്ങളുടെ മനസ്സ് ആകർഷിക്കുന്നത് ദരിദ്രജന്മങ്ങളിലേക്കായിരിക്കും.